ബേസി ദ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര തായ്ലാൻഡിലെ പുക്കറ്റിലേക്കാണ്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലോഞ്ചിലേക്കാണ് പോയത്. പോകുന്ന വഴിയിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലും ഒന്ന് കയറി. നല്ല ഓഫർ തന്നെയുണ്ട്. ഈ പ്രാവശ്യത്തിൽ ഞങ്ങളുടെ യാത്ര മലേഷ്യൻ എയർലൈൻസിലാണ്. കൊച്ചിയിൽ നിന്ന് നേരെ കോലാലംപൂർ എയർപോർട്ടിൽ ചെന്ന് അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ വേണം ഞങ്ങൾക്ക് പുക്കറ്റിലേക്ക് പോകുവാൻ. പുക്കറ്റിലെ ജെയിംസ് ബോണ്ട് ഐലൻഡുകളിലേക്കാണ് യാത്ര. ടെർമിനൽ 3യിലെ ഒരു പ്രധാനപ്പെട്ട ലോഞ്ചാണ് എർത്ത് ലോഞ്ച്. പ്രധാനപ്പെട്ട എല്ലാ ബാങ്കുകളുടെയും ക്രെഡിറ്റ് കാർഡുകളിൽ ഇവിടെ ഓഫറുണ്ട്. ആ കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ കയറുമ്പോൾ നമുക്ക് വേണ്ടി 1600ഓളം രൂപയുടെ ബില്ലാണ് ബാങ്കുകാർ പേ ചെയ്യുന്നത്. നമുക്ക് തികച്ചും ഫ്രീ ആണ്. ഇന്ത്യക്ക് പുറത്തുള്ള എയർപോർട്ടുകളിൽ പ്രയോറിറ്റി പാസ് ഉപയോഗിച്ച് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ. SBIയുടെ ഒരു പ്രയോറിറ്റി പാസും കയ്യിലുണ്ട്. അതുകൊണ്ട് പുറത്തെ കാര്യവും കൊശാല തന്നെ. ഇതാണ് ഇവിടുത്തെ ഭക്ഷണം. ഞങ്ങൾ കുറച്ച് നല്ല മലബാർ ചിക്കൻ ബിരിയാണിയാണ് എടുത്തത്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി. ഫ്ലൈറ്റിൽ കയറി യാത്ര തുടർന്നു. ഫ്ലൈറ്റിലും ഫുഡ് ഉണ്ട്. നാല് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മലേഷ്യയിലെ കോലാലംപൂർ എയർപോർട്ടിൽ വന്നിറങ്ങി. ഇനി ഇവിടെ നിന്നും 2 മണിക്കൂർ കഴിഞ്ഞാണ് ഫ്ലൈറ്റ്. അതുവരെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണം. അടുത്ത ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. ഇവിടെ നിന്നും 2 മണിക്കൂർ യാത്രയുണ്ട് പുക്കറ്റ് എയർപോർട്ടിലേക്ക്. പുക്കറ്റ് എയർപോർട്ട് ധാരാളം വിദേശികൾ വരുന്ന ഒരു എയർപോർട്ടാണ്. മലേഷ്യയിൽ നല്ല കാലാവസ്ഥയാണ്. അതിനാൽ വ്യക്തമായിട്ടും നമുക്ക് എയർപോർട്ടിന്റെ പ്രദേശങ്ങൾ കാണാൻ പറ്റും. മലേഷ്യൻ മണ്ണിൽ നിന്നും ഫ്ലൈറ്റ് പറന്നുയർന്നു. മലേഷ്യൻ മണ്ണിലെ ഭൂപ്രദേശങ്ങളെല്ലാം വ്യക്തമായി കാണാം. തടാകങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, ഹൈവേകൾ എല്ലാം ഇപ്പോൾ വ്യക്തമായി കാണാം. കോലാലംപൂർ എയർപോർട്ട് കോലാലംപൂർ സിറ്റിയിൽ നിന്നും കുറച്ച് മാറിയാണ്. അതുകൊണ്ട് കൃഷിസ്ഥലങ്ങളാണ് ഇവിടെ കൂടുതലായി കാണാൻ പറ്റുന്നത്. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഹൈവേകളും കെട്ടിട സമുച്ചയങ്ങളും കണ്ടു തുടങ്ങി.
കരിമ്പനകൾ ധാരാളമുള്ള നാടാണ് മലേഷ്യ. അവിടുന്ന് ധാരാളം പാം ഓയിലുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലേക്കുള്ള പാം ഓയിലുകൾ ഇറക്കുമതി ചെയ്യുന്നത് മലേഷ്യ, തായ്ലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നാണ്. മലേഷ്യയിൽ നല്ല മഴ പെയ്തതിന്റെ ലക്ഷണമുണ്ട്. നദികൾ കലങ്ങിയൊഴുകുന്നു. സെപ്റ്റംബർ മാസമായിരുന്നു ഞങ്ങളുടെ യാത്ര. ഓണത്തിന്റെ അവധിക്കായിരുന്നു. മലേഷ്യയുടെ കരഭാഗങ്ങൾ പിന്നിട്ട് ഞങ്ങൾ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് പുക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു. നല്ല ശക്തമായ മഴയായിരുന്നു. 2-3 തവണ ഫ്ലൈറ്റ് ആകാശത്ത് പറന്ന ശേഷമാണ് ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. ഇവിടെ ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. നല്ല കാറ്റുണ്ട്. കടലിനോട് ചേർന്നാണ് പുക്കറ്റ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായ കാറ്റ് അവിടെ വീശുന്നുണ്ട്. ഞങ്ങൾ എയർപോർട്ടിൽ വന്നിറങ്ങി. അവിടെ നേരെ ഈ ടാക്സി വിളിച്ച് റൂമിലേക്ക് പോകണം. ഇന്ന് ഇവിടെ മൊത്തം മഴ തന്നെയാണ്. പോകുന്ന വഴിയിൽ നല്ല വെള്ളക്കെട്ടും ഉണ്ടായിരുന്നു. പുറമെ എല്ലാം മഴ തന്നെ. ഇന്ന് ഏതായാലും യാത്രകൾ ഒന്നും തന്നെയില്ല. നേരെ റൂമിലേക്കാണ്. നാളെ മഴ മാറുന്ന പ്രതീക്ഷയിൽ റൂമിലേക്ക് പോയി. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇനി നാളെ നല്ലൊരു വീഡിയോയുമായി ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്ക്. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.